ഹലോ മൈ ഡിയർ SSLC ഫാമിലി. മക്കളെ, നമ്മൾ ഇന്ന് കിടിലമായിട്ട് ചെറിയൊരു കോൺസെപ്റ്റ് നോക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് ഇലക്ട്രോണിക് ഗവൺമെൻറ്. സാർ, എന്താണ് ഈ ഇലക്ട്രോണിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗവേണൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് സാധനം? ഇത്രയുള്ള മക്കളെ, ഇലക്ട്രോണിക് ഗവേണൻസിൻ്റെ സിമ്പിളായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇ ഗവേണൻസ് എന്ന് പറയും. എന്താണ് ഇ ഗവേണൻസ് എന്ന് പറയും അല്ലേ? സിമ്പിളാണ്, വളരെ സിമ്പിൾ ഒരു കോൺസെപ്റ്റാണ്. പക്ഷേ എല്ലാ എക്സാംസിനും കണ്ടിന്യൂസ്ലി ആയിട്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രോണിക് ഗവേണൻസ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്വിച്ച് ഇട്ടാൽ വരുന്ന ഗവേണൻസ് ആണോ എന്നൊരു ചോദ്യമല്ല ഇവിടെ വരുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു ചെറിയ കോൺസെപ്റ്റിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, നമ്മൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ സാധാരണ ആളുകളായിട്ടുള്ള നമുക്ക് സിറ്റിസൺസിന് കുറച്ചും കൂടെ അവൈലബിൾ ആയിരിക്കും നോളജ്. എന്തിനെ പറ്റിയിട്ടുള്ള? ഗവേണൻസിന്, ഭരണത്തിനെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വളരെ എന്താ പറയുക, ഒരു ചെറിയൊരു സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഈ ഗവേണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ സാറിന്റെ ബേക്കിൽ എന്തുണ്ട്? ഒരു സ്പൈഡർമാൻ ഇങ്ങനെ ഇലക്ട്രോണിക് സാധനമുണ്ട്. ഇലക്ട്രോ എന്നൊക്കെ പറഞ്ഞൊരു എനിമയൊക്കെ സ്പൈഡർമാൻ ഉണ്ടായിരുന്നു അല്ലേ? എനിവേ, അത് അവിടെ നിൽക്കട്ടെ. എന്താണ് ഇലക്ട്രോണിക് ഗവേണൻസ്? നമുക്കതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം മക്കളെ, ഈ ഗവേണൻസ് എന്ന് എഴുതാം അല്ലേ? എന്തെഴുതാം? ഈ ഗവേണൻസ് എന്ന് എഴുതാം. ഓക്കെ, കിട്ടി, അടിപൊളി, സെറ്റാണ്. ഈ ഗവേണൻസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലേ? ഈ ഗവേണൻസിന്റെ ഇമ്പോർട്ടൻസ് എവിടെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കറപ്ഷൻസ് ഉണ്ട്, കുറേ അഴിമതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക? ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ അറിയാത്തതുകൊണ്ട്. ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് നമുക്ക് അവൈലബിൾ ആവേണ്ട കുറേ റിസോഴ്സസ് ഉണ്ടാവും. അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, മറ്റു പല രീതികളിലായിക്കോട്ടെ, നമുക്ക് അവൈലബിൾ ആവേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് അറിയാൻ ഒരു മാർഗ്ഗം ഉണ്ടാവാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗവേണൻസിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവേണൻസ് വന്നതോട് കൂടിയിട്ട് ഈ അഴിമതി പോലുള്ള, കറപ്ഷൻ പോലുള്ള സാധനങ്ങൾ കുറയാൻ തുടങ്ങി. കാരണം എന്താ? ഇങ്ങനെ കുറയുന്നതിനനുസരിച്ചിട്ട് മക്കൾ ചിന്തിച്ച് നോക്കി, ഇങ്ങനെ കുറയുന്നതിനനുസരിച്ചിട്ട് ഭരണം കുറച്ചും കൂടെ കാര്യക്ഷമവും എഫിഷ്യൻ്റ് ആയിട്ട് മാറും അല്ലേ? എഫിഷ്യൻ്റ് ആയിട്ട് മാറുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തൊക്കെയോ ഘടകങ്ങൾ ഈ സർക്കാരിനെ അല്ലെങ്കിൽ ഈ ഭരണത്തിനെ നിയന്ത്രിച്ചിരുന്നു, അത് അങ്ങോട്ട് ഇല്ലാണ്ടായപ്പോൾ സിറ്റിസൺസ്, യഥാർത്ഥത്തിൽ ഡെമോക്രസി ആയിട്ടുള്ള ഈ രാജ്യത്ത് ഡെമോക്രസി എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടിയിട്ട്, ഡെമോക്രസി കുറച്ചും കൂടെ നന്നായി വരാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത്? ഈ ഗവേണൻസ് കൊണ്ടുവന്നപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഈ ഗവേണൻസിൻ്റെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ നോക്കാം. എന്താണ്? ആദ്യകാലങ്ങളിൽ ഡെഫിനിഷൻ നോക്കുന്നതിന് മുന്നേ എൻ്റെ മക്കൾ ആദ്യം സാറ് ഇവിടെ ഒരു ചെറിയൊരു കാര്യം എഴുതാം അല്ലേ? ഫയൽസ് ആയിരുന്നു അല്ലേ? നമ്മുടെ നാട്ടിലെ ആദ്യകാലങ്ങളിൽ ഫയൽസ് ആയിരുന്നു. ഫയലൊക്കെ മറിച്ച് ഓരോന്നിങ്ങനെ എഴുതി ഒപ്പൊക്കെ ഇട്ട് സമയം ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതിനനുസരിച്ച് ആർക്ക് വേണമെങ്കിൽ എന്തും കാണിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫയൽസ് കഴിഞ്ഞു. ഫയൽസിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ, കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയി, ഇൻ്റർനെറ്റ് അവൈലബിൾ ആയി അല്ലേ? നമ്മളിപ്പോൾ നോക്കുന്ന യൂട്യൂബ്, ഗൂഗിളൊക്കെ നോക്കുന്നുണ്ട്, സിമ്പിളാണ്. അങ്ങനെ ഇൻ്റർനെറ്റ് അവൈലബിൾ ആയപ്പോൾ എന്താ സംഭവിച്ചത്? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി. എന്താ സംഭവിച്ചത്? എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, കമ്പ്യൂട്ടറിലായി മൊത്തം കളിയും. ഓക്കെ, സിമ്പിൾ. അങ്ങനെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തപ്പോൾ, അങ്ങനെ ആയപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഡാറ്റയും, എല്ലാ വിവരങ്ങളും അവർക്ക് ഈ ഫയലിൽ നിന്ന് മാറ്റിയിട്ട്, ആരാണോ ഭരിക്കുന്നത്, ആരാണോ നോക്കുന്നത്, ഈ ഭരണ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആരൊക്കെയാണോ, അവർക്കെല്ലാം തന്നെ ഈ ഫയലിൽ നിന്ന് കാര്യങ്ങളൊക്കെ എങ്ങോട്ട് മാറ്റേണ്ടതായിട്ട് വന്നു? കമ്പ്യൂട്ടറൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ കൊണ്ടുവന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി ട്രാൻസ്പെറൻസി ആവാൻ തുടങ്ങി. അപ്പോൾ മക്കൾ ചിന്തിക്കും, സാർ കമ്പ്യൂട്ടറിലല്ലേ കുറച്ചും കൂടെ കള്ളത്തരം കാണിക്കാൻ പറ്റുക? ബട്ട് മക്കൾ, ഇതെന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ ആക്സസ് എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി. ഇങ്ങനെ കമ്പ്യൂട്ടറൈസ് ചെയ്തപ്പോൾ ആക്സസ് ആവാൻ തുടങ്ങി എല്ലാവർക്കും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഒരു ഭരണകാര്യത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് അല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ +1ലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏകജാലകം എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലായിരിക്കും, ഏകജാലകം എന്ന് പറഞ്ഞൊരു വിൻഡോയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? +1ലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കൂളുകളിലായിരിക്കും അപ്ലൈ ചെയ്യാൻ പോകണം. ഓരോ സ്കൂളിലും നിങ്ങൾ ചെന്ന് നിങ്ങളെ ഫയൽ എടുത്ത് കൊടുത്ത് അങ്ങനെയൊക്കെയാണോ അപ്ലൈ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ അറ്റ് എ ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തം സ്കൂളിലേക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഏകജാലകം പോലുള്ള കാര്യങ്ങളിലൊക്കെ ആക്സസ് കിട്ടാൻ തുടങ്ങി. അത് ഒരു വിഭാഗം ആളുടെ കയ്യിൽ മാത്രമൊക്കെയായിരുന്നു ഈ അഡ്മിഷൻ പോലുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോളേജിലായിക്കോട്ടെ, സ്കൂളുകളിലായിക്കോട്ടെ ഒക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതെല്ലാം അവൈലബിൾ ആവാൻ തുടങ്ങി. റൈറ്റ് ടു ഇൻഫർമേഷൻ വരാൻ തുടങ്ങി. ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻസിന് അറിവിനുള്ള അവകാശം നമുക്ക് വരാൻ തുടങ്ങി. ഇതൊക്കെ സംഭവിച്ചത് എന്ത് കാരണം എന്ന് പറയുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ഗവേണൻസിന്റെ ഭാഗമായിട്ട് സംഭവിച്ച മാറ്റങ്ങളാണ്, അഥവാ ചേഞ്ചസ് ആണ്.
ഐഡിയ കിട്ടിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെ കമ്പ്യൂട്ടറൈസ് ആയപ്പോൾ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ തുടങ്ങി വിവരങ്ങളിലേക്ക്. അങ്ങനെ ആക്സസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ് മക്കളെ എന്ത്? ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുതാര്യത എന്ന് പറയും. എന്താണ് ട്രാൻസ്പെറൻസി അഥവാ സുതാര്യത എന്ന് പറയും. സുതാര്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിലും വിവരങ്ങൾ എടുക്കാം അല്ലേ? ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വിവരാവകാശ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഭരണത്തെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭരണപരമായിട്ടുള്ള കാര്യത്തെ പറ്റിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇന്റർനെറ്റ് മുഖാന്തരം അപ്ലൈ ചെയ്തിട്ട് അതിനൊരു ആൻസർ അവരുടെ കയ്യിൽ നിന്ന് കിട്ടും. എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല, എന്തുകൊണ്ട് അത് കൃത്യമായിട്ട് നടന്നില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് പറ്റും? ഒരു സുതാര്യത അവിടെ കൊണ്ടുവരാൻ പറ്റും. എന്ത് കാരണമാണ്? ഈ കമ്പ്യൂട്ടറൈസേഷൻ കാരണമാണ്. ഈ കമ്പ്യൂട്ടറൈസേഷൻ എന്താ സംഭവിച്ചത്? ഈ ഗവേണൻസ് കാരണം, ഇലക്ട്രോണിക് ഗവേണൻസിന്റെ ഒരാശയം വന്നപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ കമ്പ്യൂട്ടറൈസേഷൻ നടന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേട്ടോ, ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല, ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്, ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തുണ്ട്? ഗവൺമെന്റിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ കമ്പ്യൂട്ടറൈസേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഈ ഗവേണൻസിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇവിടെ നിങ്ങൾ ഈ ഗവേണൻസിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. ഈ ഗവേണൻസ് നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ഇത്ര എഴുതി വെക്കാം. ഈ ഗവേണൻസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഗവേണൻസ് ആണ്. അത് ഗവൺമെന്റിന്റെ ഗവേണൻസിനെ കുറച്ചും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യും. എന്താ ചെയ്യുക? ഗവേണൻസിനെ കുറച്ചും കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഗവേണൻസ് അഥവാ ഭരണം എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ചും കൂടെ എന്താക്കുന്നുണ്ട്? എലവേറ്റ് ചെയ്യും, കുറച്ചും കൂടെ ഭംഗിയാക്കും. ഓക്കെ, എന്താ പറയുക? നമുക്കിവിടെ എഴുതുമ്പോൾ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ എഴുതാം അല്ലെ? ഫെസിലിറ്റേറ്റ് ചെയ്യും എന്ന് എഴുതാം. ഓക്കെ, കുറച്ചും കൂടെ അതിനെന്താക്കും? കുറച്ചും കൂടെ ഊർജ്ജം കൊടുക്കും, എനർജി കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ആൾക്കാർ അറിയും എന്നൊരു പേടി ചെയ്യാൻ ആ പേടിയുള്ളതുകൊണ്ട് ആളുകൾ കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കാര്യങ്ങളിലൊക്കെ. അപ്പൊ തെറ്റ് ചെയ്യുന്നത് കുറയും, കറപ്ഷൻ കുറയും. അപ്പൊ ഈ ഗവേണൻസ് കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഇത്രയാണ്. അപ്പൊ എന്റെ മക്കൾ ഇത്രയും ആലോചിച്ച് വെക്കുക. സാർ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 പിക്ചർ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് അല്ലെ? അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഏകജാലകത്തിന്റെ കാര്യം ഓൾറെഡി സാറ് പറഞ്ഞു. ഇത് നമ്മൾ പറയാൻ കാരണം അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് ഓഫീസിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, എന്ത് സർട്ടിഫിക്കറ്റ് വേണോ നമ്മൾ വില്ലേജ് ഓഫീസിൽ നേരിട്ട് പോയി ക്യൂ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. വില്ലേജ് ഓഫീസർ എന്ത് ചെയ്യും? ഇന്റർനെറ്റ് വഴി വെബ്സൈറ്റ് മുഖാന്തരം അദ്ദേഹത്തിന്റെ ഒപ്പിടും. നമുക്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയ മുഖാന്തരം ലഭിക്കും. വളരെ സിമ്പിൾ ആണ്, ക്വിക്കാണ് കാര്യങ്ങൾ. ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും അല്ലേ? ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടും, ക്വിക്ക് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടും, കുറച്ച് കറപ്ഷൻ കുറയും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നാട്ടിൽ നടക്കുന്നത് മക്കളെ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഗവേണൻസിന്റെ എഫക്റ്റ് കാരണം. കിട്ടിയോ ഐഡിയ? അപ്പൊ എന്താണ് ഈ ഗവേണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ വിരൽ തുമ്പിൽ നമുക്ക് കാര്യങ്ങൾ അവൈലബിൾ ആവും. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ നമ്മൾ കൊണ്ടാവും എന്നുള്ളതാണ് മേജർ കാര്യം. അപ്പൊ ഈ ഗവേണൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഇനി ആരും തെറ്റിക്കാൻ പാടില്ല. ജസ്റ്റ് ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി, മക്കൾ കേട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് അപ്പം തന്നെ ഐഡിയ കിട്ടും. നിങ്ങൾ എഴുതോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ വീഡിയോ കേട്ടിരുന്നാൽ മാത്രം മതി. കിടിലമായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഗവേണൻസ്. ചെറിയൊരു ടോപ്പിക്കാണ് എന്താണ് ഈ ഗവേണൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ചെറിയ ഒരു കഥ പോലെയൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? നമ്മളെ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കിടിലമായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ടോ. നിങ്ങൾക്ക് സോഷ്യൽ എടുക്കുന്ന സാറായിരിക്കും, കിടിലമായിട്ട് എടുത്ത് തരും. വേറെ ഒന്നും നോക്കാനില്ല. അപ്പോൾ ഈ ഗവേണൻസ് പോലുള്ള ചെറിയ ടോപ്പിക്ക് അവിടെ ലേണിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡഡ് ആവും. അപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നുള്ളൂ. ഇത് നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞ് മാത്രമല്ല, സോഷ്യൽ പഠിക്കുന്ന നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമ്പിളായിട്ട് മക്കൾ എന്ത് ചെയ്യുക? ഇഷ്ടമുണ്ടെങ്കിൽ ലക്ഷ്യ ബാച്ചിലേക്ക് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അവിടെ പഠിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്തൊരു ചെറിയൊരു കോൺസെപ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.